അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ലോഗ് ഗൈസ്. നമ്മളപ്പോൾ ഒത്തിരി ദിവസത്തിന് ശേഷമാണ് നമ്മളിങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. വീഡിയോ വരുന്നുണ്ടായിരുന്നു, പക്ഷേ ഫേസ് കാണിച്ചുള്ള വീഡിയോ ഇപ്പോൾ ഒത്തിരി ദിവസമായി. പലവിധമായ തിരക്കുകൾ, പല കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ പോയി. പിന്നെ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ഡ്യൂട്ടിയിലായിട്ട് ഒന്ന് ഫ്രീ ആയിട്ടിരുന്നപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ആവുന്നുണ്ട്. ഇപ്പം 100K ആയിട്ടുണ്ട് കേട്ടോ. 100K എന്ന് പറയുമ്പോഴത്തേനും 1 lakh എബവ് ആയി. 1 lakh 4,000 നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സായി. നമ്മുടെ ചാനൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ഫാമിലിയിൽ ഒത്തിരി പേര് കൂടുന്നു. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഇന്ത്യൻസും ഉണ്ട്, അതേപോലെ തന്നെ പുറത്തു നിന്നുള്ള സബ്സ്ക്രൈബേഴ്സും ആണ് കൂടുതൽ നമുക്കുള്ളത്. ഇപ്പോൾ വീഡിയോസിൻ്റെ വ്യൂസ് നമുക്ക് കൂടുതലും കാണിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലും കാണുന്നത്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ലായിരുന്നു. ഇന്ത്യയിൽ നിന്ന് വളരെ കുറവായിരുന്നു. വളരെ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ 5% എങ്ങാണ്ട് മാത്രമേ ഇന്ത്യയിൽ നിന്ന് വ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത് കൂടിയിട്ടുണ്ട്. അപ്പം ഒരു 30-40% ഇന്ത്യയിൽ നിന്നാണ് വ്യൂസ്, ബാക്കിയുള്ളതാണ് പുറത്തു നിന്നുള്ളത് വന്നിരിക്കുന്നത്. അപ്പോൾ എനിവേ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ്. നമ്മുടെ വീഡിയോസൊക്കെ കൂടുതൽ റീച്ചിൽ വരുന്നുണ്ട്. ലോങ് വീഡിയോസ് വരുന്നില്ല കേട്ടോ. ലോങ് വീഡിയോസ് ഒരു 200-300 വരുന്നുള്ളൂ. നമ്മൾ അതിനുള്ള കണ്ടൻറ്റ് ഇടുന്നുള്ളൂ. കാര്യമായിട്ടുള്ള വലിയ വലിയ കണ്ടൻറ്റുകളൊന്നും ഇടുന്നില്ല. പിന്നെ നമ്മുടെ ചാനൽ ചെറുതാണല്ലോ, അപ്പം അതിന് മാത്രമുള്ള ഒരു ഇതായിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഷോർട്സിനാണ് കൂടുതലും വ്യൂസുകൾ വരുന്നത്. അപ്പം അത് വെച്ചിട്ട് ഞാൻ ഷോർട്സിൻ്റെ ഇപ്പം പുതിയ യൂട്യൂബിൻ്റെ ഇത് വെച്ചിട്ട് പ്രോഗ്രാം വെച്ചിട്ട് ഞാൻ മോണിറ്റൈസേഷൻ വേണ്ടി കൊടുത്തായിരുന്നു. അപ്പം നമ്മുടെ ഓൾറെഡി 14 മില്യൺ വ്യൂസൊക്കെ ഉള്ള ആയതുകൊണ്ട് നമുക്ക് കൊടുക്കാമായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സും 1 മില്യൺ വ്യൂസും മതിയായിരുന്നു. മീൻസ് നമുക്ക് മോണിറ്റൈസേഷൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ അങ്ങനെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കൊടുത്തു, റിജക്റ്റായി. ഫസ്റ്റ് ടൈം റിജക്റ്റായി. റീയൂസ്ഡ് കണ്ടൻറ് എന്ന് പറഞ്ഞു വന്നു. അപ്പം ഞാനതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കുറേയൊക്കെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് ഞാൻ അപ്ലൈ ചെയ്തു. February 7th ഞാൻ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കിന് അപ്പോഴും റിജക്റ്റായി, റീയൂസ്ഡ് കണ്ടൻറ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കുറേ 5000-6000 ഒക്കെ വ്യൂസുള്ള ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞാൻ. അതുകൊണ്ട് ഇപ്പോൾ 2 വീഡിയോസ് കിടപ്പുണ്ട്. അതിങ്ങോട്ട് വിഷമമാണ് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ചാനൽ അത്രമാത്രം വ്യൂസ് കിട്ടിയ 2 ഷോർട്സ് ഉണ്ട്. ഒന്ന് 24 മില്യണും അതേപോലെ ഒന്ന് 39 മില്യൺ വ്യൂസും ഉള്ള 2 ഷോർട്സ്. അത് അപ്പൂസ് ഇട്ടതാണ്. അപ്പോൾ അതെനിക്ക് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി ഭയങ്കര മടി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും അതിൻ്റെ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10,000-20,000 വ്യൂസാണ് അതിന് കയറി വരുന്നത്. അതുകൊണ്ടാണ് അത്രയും മില്യൺ വ്യൂസ് നമുക്കായത്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര മടി. എന്നാണ് ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ്. കാരണം നമുക്കിനിയിപ്പോൾ അടുത്ത മാസം അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതൊരു സങ്കടമാണ്. പിന്നെ അതേപോലെ സന്തോഷമുണ്ട്. നമുക്ക് 1 lakh എബവ് സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ. അപ്പം അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് നോക്കണം ആവുമെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറേയൊക്കെ വീഡിയോസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുണ്ട്. ഷോർട്സ് വീഡിയോസാണ് കേട്ടോ, അതെല്ലാം ഡിലീറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2-3 വിഷയങ്ങളുണ്ടായിരുന്നു. കമൻറ്റിലൊക്കെ നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകളൊക്കെ വന്നായിരുന്നു. ആദ്യം ഏതോ ഒരു അവൻ്റെ പോലും പേരിടാത്ത ഒരു ഇതിൽ പേര് പോലും വെളിപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു ചാനലിൽ നിന്നാണ് കമൻറ്റുകൾ എനിക്ക് വന്നത്. അശോക് കോക്കിനെ പറ്റി പറഞ്ഞപ്പോൾ, അശോക് കോക്കല്ല, നമ്മുടെ മൃണാളിനെ ഇത് ചെയ്തതിന്, മൃണാളിനെതിരായിട്ട് ഞാൻ വീഡിയോ ഇട്ടതിൻ്റെ ഒരു ഇതിലായിരുന്നു. അപ്പം മൃണാളിൻ്റെ വലിയ ആരാധകനായിരിക്കും. എനിവേ നമുക്കത് ഡോണ്ട് കെയർ. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സാണ് നിനക്ക് അന്നം തരുന്നതെന്ന് പറഞ്ഞിട്ട്. ഞാനപ്പോൾ തിരിച്ചുടനെ തന്നെ കമൻറ്റ് ഇട്ടു. അതെനിക്ക് പ്രൊവോക്കായി. കാരണം ഞാൻ യൂട്യൂബിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളല്ല. ഞാൻ പണിയെടുത്ത് ജോലി ചെയ്ത് നല്ലൊരു സാലറി വാങ്ങിച്ച് എൻ്റെ കുടുംബം നോക്കുന്നു, എൻ്റെ ഫാമിലിനെ ഞാൻ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ അവൻ പറഞ്ഞപ്പോൾ എനിക്കത്, ആ സബ്സ്ക്രൈബർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കതൊരു പ്രൊവോക്കായിട്ട് തോന്നി. അപ്പോൾ ഞാൻ തിരിച്ച് കമൻറ്റ് ഇട്ടു, ഞാൻ യൂട്യൂബിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ആളല്ല.
ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. എൻ്റെ മോനാണെങ്കിൽ അപ്പൂസ് തുടങ്ങിയ ഒരു ചാനലാണ്. അപ്പൂസാണ് ഫസ്റ്റ് വീഡിയോ നിങ്ങൾ നോക്കിയാൽ അവനായിട്ട് തുടങ്ങിയതാണ്. പിന്നെ അവനെ ഞാൻ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, നീ സ്റ്റാർട്ട് ചെയ്തു, നോ പ്രോബ്ലം, നിനക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവന് സ്റ്റാർട്ട് ചെയ്യാൻ സമ്മതിച്ചത് തന്നെ. യൂട്യൂബിലൊരു എന്താ പറയുക, നേരെ വന്ന് സംസാരിക്കാൻ പോലും മടിയായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ, മനസ്സിലാവില്ലേ? ഓക്കെ, എനിവേ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എന്താണ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ്. ഇനിയും സപ്പോർട്ടുകൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചാനലുകൾ മുന്നോട്ട് പോട്ടെ, വീഡിയോസൊക്കെ നല്ല രീതിയിൽ പോട്ടെ. ഇടുന്ന വീഡിയോസൊക്കെ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.